ഹായ് മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് ഇതാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേഗം നമുക്ക് നോക്കി പോകാം. ദ ഇന്നർ മോസ്റ്റ് വാൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ഇസ് ടപ്പീറ്റം. അല്ലെ, നമ്മുടെ ഈ ഒരു ഇന്നർ മോസ്റ്റ് വാൾ ലെയർ എന്ന് പറയുന്നത് എന്താണ്? ടപ്പീറ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? റൈറ്റ് ടു ഫീച്ചേഴ്സ് ഓഫ് ടപ്പീറ്റൽ സെൽസ്. ഈ പറഞ്ഞിട്ടുള്ള ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതണം, അത് മാത്രമല്ല അതിന്റെ ഫീച്ചേഴ്സും എഴുതണം. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഈ ഒരു ടപ്പീറ്റം എന്ന് പറഞ്ഞാൽ നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിന് ഡെവലപ്മെന്റ് നറിഷ്മെന്റ് കൊടുക്കുന്നത് ടപ്പീറ്റമാണ്. ആൻഡ് ഇതിന് നല്ല ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട് ആൻഡ് മോർ ദാൻ 1 ന്യൂക്ലിയസും ഇവർക്ക് കാണാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കുക. ഡിസ്ക്രൈബ് ഇൻ സീക്വൻസ് ദ പ്രോസസ് ഓഫ് മൈക്രോസ്പോറോജെനസിസ് ഇൻ ആൻജിയോസ്പെർം. ഒബ്സർവ് ദ ഡയഗ്രം ഓഫ് പോളൻ ഗ്രെയിൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഈ തന്നിട്ടുള്ള എ ആൻഡ് ബി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എ എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റേറ്റീവ് സെൽ, ബി എന്ന് പറയുന്നത് നമ്മുടെ ജനറേറ്റീവ് സെല്ലുമാണ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് എ എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല ഡെൻസ് ആയിട്ടുള്ള ടെട്രൈഡ് നമുക്ക് കാണാൻ പറ്റും. ഡെൻസ് സൈറ്റോപ്ലാസം കാണാം. ഒരു ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും നമുക്ക് അവർക്ക് കാണാൻ പറ്റും. ആൻഡ് 2 സെൽഡ് സ്റ്റേജിൽ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് എന്ത് ചെയ്യും? ജനറേറ്റീവ് സെല്ല് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത 3 സെൽഡ് സ്റ്റേജ് ആയിട്ടും ഇവർ എന്ത് ചെയ്യാറുണ്ട്? ഡിഹൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം എന്തായാലും ഓർത്ത് വെക്കണേ. ആൻഡ് ഇവിടെ നമുക്കറിയാം മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രോസസ്സ്? ഈച്ച് മൈക്രോസ്പോർ മദർ സെൽ ഡിവൈഡ് മിയോട്ടിക്കലി. ആദ്യം മിയോസിസ് നടക്കും. അങ്ങനെ 4 ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് എന്ത് ചെയ്യുന്നു? ഈച്ച് മൈക്രോസ്പോർ ഡിവൈഡ് ഇൻറ്റു 2 unequal cells, large vegetative cell and smaller generative cell. അപ്പോൾ ഈ ഒരു ഡിവിഷൻ മനസ്സിലാക്കി വെക്കണം. മൈക്രോസ്പോറോജെനസിസും മൈക്രോഗമറ്റോജെനസിസും. അപ്പോൾ ഇത് മറന്നു പോവുകയും ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.